ഇത് ചെമ്പൂക്കാവ് കാർത്യായനി ക്ഷേത്രം. തൃശ്ശൂർ നഗരത്തിൽ നിന്നും 1.5 കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വാസം. കന്യകാരൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പടിഞ്ഞാറോട്ട് അഭിമുഖമായാണ് ദർശനം. പുരാതന നമ്പൂതിരി കുടുംബമായ ചെമ്പൂക്കാവ് മനക്കാരുടെ ആധിപത്യത്തിലായിരുന്നു ഈ ക്ഷേത്രമെന്ന് പറയപ്പെടുന്നു. നൂറ്റാണ്ടുകളായി ക്ഷേത്രത്തിൽ ശാന്തിവൃത്തി ചെയ്തിരുന്നത് ചെമ്പൂക്കാവ് മനയിലെ നമ്പൂതിരിമാരായിരുന്നു. പിന്നീട് ഈ ക്ഷേത്രം കൊച്ചി മഹാരാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ ഏറ്റെടുത്തു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഇന്ന് ഈ ക്ഷേത്രം. അഭീഷ്ട സിദ്ധി പ്രദായിനിയാണ് ഇവിടുത്തെ ദേവി. വടക്കുംനാഥന്റെ 4 അതിരുകൾ കാക്കുന്ന ദേവിമാരിൽ ഒരാളാണ് ചെമ്പൂക്കാവ് ഭഗവതി. ദേവിയെ കൂടാതെ ഗണപതി, ശാസ്താവ് എന്നീ ഉപദേവന്മാരുടെ പ്രതിഷ്ഠയുമുണ്ട്. നാഗപ്രതിഷ്ഠയും നടത്തിയിട്ടുണ്ട്. അയ്യന്തോൾ കാർത്യായനി ദേവിയും ചെമ്പൂക്കാവ് ഭഗവതിയും സഹോദരിമാരാണെന്നാണ് വിശ്വാസം. തൃശൂർ പൂരം കൊടിയേറിയാൽ ഈ സഹോദരിമാർ അന്യോന്യം സന്ദർശനം നടത്തണമെന്നാണ് ആചാരം. 2 ഭഗവതിമാരും ഒരേ ദിവസം അന്യോന്യം സന്ദർശനം നടത്തുന്നു. ഈ ചടങ്ങ് ഇപ്പോഴും തുടരുന്നുണ്ട്. രാവിലെ വെയിലുദിക്കുന്നതിന് മുൻപ് ദേവിമാരുടെ കൂടിക്കാഴ്ച നടക്കും. കൊടികയറി 2ാം ദിവസമാണ് ചെമ്പൂക്കാവ് ദേവി അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രത്തിൽ പോകാറുള്ളത്. നെയ്വിളക്കും ചന്ദനമുട്ടി നടക്കൽ വയ്ക്കലുമാണ് ഭഗവതിയുടെ ഇഷ്ട വഴിപാടുകൾ. മീനമാസത്തിലെ അത്തം നാളിലാണ് ദേവിയുടെ പ്രതിഷ്ഠാദിനം. മേടമാസത്തിലെ പൂരം, മേടത്തിലെ അവിട്ടം നാളിലെ നാഗപ്രതിഷ്ഠാദിനം, കന്നിമാസത്തിലെ ആയില്യപൂജ, നവരാത്രി ആഘോഷം, രാമായണ മാസാചരണം, ഇല്ലം നിറ എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസങ്ങൾ. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. ക്ഷേത്രത്തിൽ മനോഹരമായ ശ്രീകോവിൽ, നമസ്കാര മണ്ഡപം, വലിയമ്പലം, തിടപ്പള്ളി, നടപ്പാത, ചുറ്റമ്പലം, ഗോപുരങ്ങൾ എന്നിവയുണ്ട്. ക്ഷേത്രത്തിന് മുൻവശത്തെ വലിയ ബലിക്കല്ലും ശ്രീകോവിലിന്റെ വാതിലുമെല്ലാം പിച്ചള പതിഞ്ഞിട്ടുണ്ട്. 2002 ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമംഗല്യ പ്രശ്നച്ചാർത്ത് പ്രകാരമുള്ള പരിഹാരക്രിയ നടത്തിയതിനെ തുടർന്ന് നവീകരണ പ്രവർത്തനങ്ങളും 2009 കലശവും നടന്നു. 2009 ഏപ്രിൽ 2 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ നടന്ന നവീകരണ കലശത്തിന്റെ ഭാഗമായി മീനമാസത്തിലെ അത്തം നാളിൽ ഇപ്പോൾ പ്രതിഷ്ഠാദിനമായി ആചരിക്കുന്നു. പ്രാചീന കാലം മുതൽ ആധ്യാത്മിക പ്രധാനമായ സംസ്കൃതിയുടെ മൂർത്തരൂപമായി ഈ ക്ഷേത്രം നിലകൊള്ളുകയാണ്. പൂരത്തിന് 7 നാൾ മുൻപ് ക്ഷേത്രത്തിൽ കൊടിയേറും. സ്ഥലശുദ്ധി വരുത്തിയ ശേഷം സന്ധ്യയ്ക്ക് 5:30 കൊടിയേറ്റം. തുടർന്ന് ശീവേലി, ആറാട്ട് എന്നിവ നടക്കും. കൊടികയറി 7 ദിവസവും രാവിലെ ക്ഷേത്രക്കുളത്തിൽ ആറാട്ട്, ശ്രീഭൂതബലി, ഹവിസ് എന്നിവ പതിവുണ്ട്. പൂരം കൊടിയേറി 2ാം ദിവസം രാവിലെ 9:30 അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രത്തിലേക്ക് ഭഗവതി എഴുന്നള്ളും. അവിടെ ഇറക്കി പൂജയ്ക്ക് ശേഷം തിരിച്ച് ക്ഷേത്രത്തിലേക്ക് മടങ്ങും. അന്ന് വൈകിട്ട് അയ്യന്തോൾ ഭഗവതി ചെമ്പൂക്കാവ് ക്ഷേത്രത്തിലേക്ക് എത്താറുണ്ട്. ജ്യേഷ്ഠ സഹോദരിയായ അയ്യന്തോൾ ഭഗവതി ചെമ്പൂക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് ഒരു ചന്ദനമുട്ടിയെടുത്ത് കൊണ്ടുപോകുന്നതിന് പകരമായി ചെമ്പൂക്കാവ് ഭഗവതി അയ്യന്തോളിൽ നിന്ന് ഒരു കിണ്ണം എടുത്തുകൊണ്ടുവരുന്നു എന്നാണ് വിശ്വാസം. 3ാം ദിവസം മുക്കാട്ടുകര മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഇറക്കി പൂജ. 2012 മുതലാണ് ഈ ചടങ്ങ് പുനരാരംഭിച്ചത്. ആദ്യകാലത്ത് മുക്കാട്ടുകര മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് ദേവി എഴുന്നള്ളാറുണ്ടായിരുന്നുവെങ്കിലും ഈ ചടങ്ങ് വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞതിനെ തുടർന്ന് കമ്മിറ്റിക്കാർ ചടങ്ങ് പുനരാരംഭിച്ചു. 4ാം ദിവസം ചെമ്പൂക്കാവ്, കുണ്ടുവാറ, മ്യൂസിയം, ക്രോസ് ലൈൻ എന്നിവിടങ്ങളിൽ പറയെടുപ്പിനായി ദേവി പുറപ്പെടും. 6ാം ദിവസം മുല്ലരേഴിമന, ചെമ്പൂക്കാവ് മന എന്നിവിടങ്ങളിൽ ഇറക്കി പൂജയും പറയെടുപ്പും നടക്കും. പൂര ദിവസം പുലർച്ചെ 5 മണിക്ക് ക്ഷേത്രക്കുളത്തിൽ ആറാട്ടിനു ശേഷം 7 മണിയോടെ പാണികൊട്ടി വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് ദേവി പുറപ്പെടും. ക്ഷേത്രത്തിൽ നിന്നും 3 ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും നാദസ്വരത്തിന്റെയും അകമ്പടിയോടെയാണ് എഴുന്നള്ളത്ത്. ചെമ്പൂക്കാവ് റോഡിലൂടെ ജവഹർ ബാലഭവൻ വഴി പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലെത്തും. അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് കിഴക്കേ ഗോപുരം വഴി അകത്തു പ്രവേശിക്കും. പോകുന്ന വഴികളിലെല്ലാം നിറപറകൾ വെച്ചും നിലവിളക്കുകൾ കത്തിച്ചുവെച്ചും ഭക്തർ ദേവിയെ സ്വീകരിക്കും. കിഴക്കേ ഗോപുരം വഴി അകത്തേക്ക് പ്രവേശിക്കുന്ന പൂരം തെക്കേ ഗോപുര നടയിലെത്തിയാൽ പിന്നെ പഞ്ചവാദ്യം അവസാനിപ്പിക്കും. തുടർന്ന് നടപ്പാണ്ടിയുടെ അകമ്പടിയോടെ തെക്കേ ഗോപുര നടയിലൂടെ ദേവി പുറത്തിറങ്ങും. ഈ എഴുന്നള്ളിപ്പ് സ്വരാജ് റൗണ്ട് വരെ പോയ ശേഷം തിരിച്ച് തെക്കേ ഗോപുര നടവഴി ക്ഷേത്രത്തിലേക്ക് തന്നെ പ്രവേശിക്കും. വടക്കുംനാഥനെ വണങ്ങിയ ശേഷം പടിഞ്ഞാറേ ഗോപുരം വഴി പുറത്തിറങ്ങി നായ്ക്കനാലിലൂടെ ചെമ്പൂക്കാവ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചുപോകും. രാത്രിയിൽ 8 മണിക്കാണ് ദേവിയുടെ എഴുന്നള്ളത്ത്. 3 ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും നാദസ്വരത്തിന്റെയും അകമ്പടിയോടെയുള്ള രാത്രിപൂരം പോകുന്നത് മറ്റൊരു വഴിയിലൂടെയാണ്. മൃഗശാല വഴിയാണ് ഭഗവതിയുടെ എഴുന്നള്ളത്ത്. പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലെത്തുന്ന എഴുന്നള്ളത്ത് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് കിഴക്കേ ഗോപുരം വഴി അകത്തു പ്രവേശിക്കും. തുടർന്ന് വടക്കുംനാഥനെ വണങ്ങിയ ശേഷം പടിഞ്ഞാറേ ഗോപുരം വഴി പുറത്തിറങ്ങി ക്ഷേത്രത്തിലേക്ക് മടങ്ങും. രാത്രിയിൽ വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഏക പൂരമാണ് ചെമ്പൂക്കാവ് പൂരം. മറ്റു പൂരങ്ങൾ വടക്കുംനാഥന്റെ ശ്രീമൂലസ്ഥാനത്തെ നിലപാടുതറയിൽ കയറി നിന്നാണ് മടങ്ങുക. ഉത്രം വിളക്കോടെയാണ് പൂരച്ചടങ്ങുകൾക്ക് സമാപനമാകുക.
പൂരപ്പിറ്റേന്ന് വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രക്കുളത്തിൽ ആറാട്ടും ഒരാനപ്പുറത്ത് പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ കൊടിക്കൽ പൂരവും നടക്കും. ആനപ്പുറത്ത് 7 ഓട്ടപ്രദക്ഷിണത്തിനു ശേഷം ദേവിയെ ശ്രീകോവിലിലേക്ക് എഴുന്നള്ളിക്കും. തുടർന്ന് ആന കൊടിമരം തൊടുന്നതോടെ നാട്ടുകാർ ചേർന്ന് കൊടിയിറക്കും. പുലിയന്നൂർ മനക്കാർക്കാണ് ക്ഷേത്രത്തിലെ തന്ത്രിസ്ഥാനം. ചെമ്പൂക്കാവ് തട്ടകവാസികൾക്ക് ഐശ്വര്യവും അഭീഷ്ടവരദായിനിയുമായി ചെമ്പൂക്കാവ് ഭഗവതി ശക്തന്റെ തട്ടകത്തിൽ വാണരുളുകയാണ്.